വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം നമ്മളിന്ന് ഒരു ഫിഷ് ടാങ്ക് പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഗപ്പികളെല്ലാം ഉണ്ട്. നമ്മൾ ഗപ്പികളാണ് ഇടാൻ പോകുന്നത്. അത് ഈ ടാങ്കിലാണ്. നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. തേച്ചൊക്കെ ക്ലീൻ ആക്കി വെച്ചൊക്കെയാണ് ഇത്. ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഡെക്കോർ ഐറ്റംസ് എല്ലാം വെള്ളത്തിലിട്ട് ക്ലീൻ ആക്കി എടുക്കണം. പിന്നീട് നമുക്ക് ഇതിൽ വെള്ളം നിറയ്ക്കണം. എന്നിട്ട് പിന്നീട് നമുക്ക് ഇത് അതിൻ്റെ അകത്ത് സെറ്റ് ആക്കണം. എന്നിട്ട് മീനുകളെ ഇടാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം ഗായ്സ്. അപ്പോൾ നമ്മളിത് ഇവിടെ കല്ലൊക്കെ കഴുകിയെടുത്ത്, ഈ കല്ല് കഴുകിയെടുത്ത് നമ്മളെ ഈ കല്ലുകളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടാങ്ക് നിറയ്ക്കലാണ്. ഒരു 6, 7, 8 ലിറ്ററെങ്കിലും കാണും. 8 ലിറ്റർ വെള്ളം നിൽക്കണ ടാങ്കാണ്. 10 ലിറ്ററെങ്കിലും കാണും. അറിഞ്ഞൂടെ നമുക്ക് എത്ര ലിറ്റർ ടാങ്കാണെന്ന്. വാവച്ചി ഇവിടെ അതിന് ഈ കല്ലുകളെല്ലാം ഉണക്കിയെടുക്കുകയാണ് തുണിയിലിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം നിറച്ചിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഒരു 5 മിനിറ്റത്തേക്ക് വെള്ളം കണ്ടിന്യൂസ് ഒഴിച്ചപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ട് നമ്മുടേത്. അപ്പൊ നമ്മൾ അടുത്തത് ഈ ഫിഷ് ഗപ്പികളെ, ഇനി ഗപ്പികളെ നമുക്ക് ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് ഇടണം. നമ്മുടെ പൂച്ചകളാണത്. പക്ഷെ ഗപ്പികൾ ഇടുന്നതിന് മുമ്പ് നമുക്ക് മറ്റേ കല്ലുകളെല്ലാം എടുത്ത് ഇതിൻ്റെ അകത്ത് ഇടണം. അപ്പം നമുക്ക് കല്ലുകൾ സെറ്റാക്കാം. അപ്പോൾ നമ്മളൊരു ഇനി ഈ കല്ലുകൾ ആദ്യം ഇടാൻ പോവുകയാണ്. വാച്ചപ്പോൾ ഇട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ പരത്തും. വാവച്ചി അത് പരത്തട്ടെ. വാവച്ചിയപ്പോൾ അത് പരത്തുകയാണ്. പരത്താൻ പറഞ്ഞപ്പോൾ നന്നായിട്ട് പരത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പരത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് പരത്തിയപ്പോൾ നമുക്ക് ഇത്ര ഭാഗമേ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മറ്റേ കല്ലുകൾ കൊണ്ട് നിറയ്ക്കും. അപ്പോൾ മറ്റേ കല്ലുകൾ എടുത്തോണ്ട് വരാം. അപ്പോൾ നമ്മൾ കല്ലുകളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് സെറ്റാക്കി തുടങ്ങാം. നമുക്ക് ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ കവർ ചെയ്തു. നമുക്കൊരു ടണൽ പോലെ ഉണ്ടാക്കണമെന്നുണ്ട്. ടണൽ പോലത്തെ എന്തെങ്കിലും മീനുകൾക്ക് നീന്താൻ. അപ്പം ഒരു ടണൽ പോലത്തെ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്ക് സെറ്റാക്കിയിരിക്കുന്നു ഗായ്സ്. നോക്കൂ, ഒരു സീന് ടണലുണ്ട്. ഈ ടണലിൻ്റെ അകത്തൂടെ മീനുകൾക്ക് ആരും കാണാതെ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് കിടക്കാനുള്ളൊക്കെ. പിന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ്. നല്ല നമ്മളൊരു പൊട്ട ടബിനെയാണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത് ഗായ്സ്. അഴുക്കായിരുന്ന പിടിച്ചൊരു ടബിനെയാണ് ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നത്. ഇപ്പൊ ഒരു നല്ല സീന് ഫിഷ് ടാങ്ക് ആയിരിക്കുന്നു. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. എന്ത് കൂളാണെന്ന് നോക്കൂ ഇപ്പൊ ഗായ്സ്. അപ്പൊ നമുക്ക് മീനുകളെ ആഡ് ചെയ്യാം. അപ്പൊ മീനുകളെ ആഡ് ചെയ്യണേന് ഓക്കെ. അപ്പൊ നമുക്കിതിനെ ഇനി പൊക്കിയിട്ട് വെള്ളത്തിലേക്ക് നമുക്ക് ഇങ്ങനെ അതിനെ വെക്കണം. അപ്പോൾ മീനുകൾ വെള്ളത്തിലേക്ക് അഡ്ജസ്റ്റ് ആവുക. ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് വെച്ചേക്കാം. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഗായ്സ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മീനുകളെ റിലീസ് ചെയ്യാം. നമ്മളിങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ അതുങ്ങൾ തനിയെ ഇറങ്ങും. എന്നിട്ട് നമ്മളിങ്ങനെ പൊക്കി കൊടുക്കണം. ഇത്തിരി പൊടിയായി, പക്ഷെ അത് കുഴപ്പമില്ല. അത് താഴോട്ട് അടിഞ്ഞോളും. അത് നമ്മൾ എന്തായാലും അടുത്ത ക്ലീന് ചെയ്യുമ്പോഴത്തേക്കും അത് ക്ലീനായി പൊക്കോളും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഐസ് കണ്ടോ, ഇപ്പോൾ ഒരു പുതിയ സീന് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മീനുകൾ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് കുറേ കുഞ്ഞുങ്ങളുണ്ട് ഗായ്സ്. എനിക്ക് കുഞ്ഞുങ്ങളെ പിടിക്കാൻ പറ്റും. ഞാനാണ് പിടിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ. ഞാനാണെങ്കിൽ ഗായ്സ് നമ്മൾ പിടിച്ചിടപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ അറിയാതെ ഒരു വലുതിനെ പിടിച്ചിട്ട് പോയി ഗായ്സ്. അറിയാതെ കയ്യിൽ വലുതിന് നമ്മൾ ഇതിലേതോ എണ്ണത്തിന് വലിയതിന് നമ്മൾ ക്യാച്ച് കിട്ടും അല്ലേ ചേട്ടാ? സത്യമാണ്, കള്ളമല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പൊ ബൈ ബൈ. ബൈ.